ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമ്യ 29:11. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കൂട്ടുകാരെ, ദൈവിക പദ്ധതിക്ക് തങ്ങളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്ത യൗസേപ്പ് പിതാവിനെയും മറിയത്തെയുമാണ് പുൽക്കൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗർഭിണിയായി കണ്ട മറിയത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറായ യൗസേപ്പ് പിതാവ് ദൂതന്റെ വാക്കനുസരിച്ച് മറിയത്തെ ഏറ്റെടുത്ത് ദൈവിക പദ്ധതിയുടെ ഭാഗമായി. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു ദൈവിക പദ്ധതിയുടെ ഭാഗമായി പരിശുദ്ധ മറിയം. ഇതുപോലെ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി തരണമേ എന്നും ദൈവിക പദ്ധതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ എന്ന സുഹൃത്ത് ജപം ആവർത്തിച്ച് ചൊല്ലി ഉണ്ണീശോയുടെ വരവിനായി നമുക്കൊരുങ്ങാം. ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മെരി ക്രിസ്മസ്.